പാർട്ടി കോൺഗ്രസ് കണ്ണൂരിന്റെ അഭിവാദ്യങ്ങൾ. Okay, welcome comrades. We are the participants of 24th Party Congress. As the we are representing the Kannur city, Kerala. That is in Kerala. Kannada channa gottilla. Okay, anyhow, just we are reached in this location and our vehicles are parking here. The moments when you see this channel, so I am just telling about our situation of Kannur. Yeah, we are representing. Again, I am telling we are representing Kannur. That is in Kerala. That's a very great thing that next General Secretary is elected from Kannur. That is M.A. Baby. We are proud of our comrade, comrade M.A. Baby. Okay, then thank you very much for your channel. Already selected? Yes, sir. Okay. Yeah, already elected. It is already elected and declared. In our and we also discussed it. I told this time M.A. Baby will be elected as a General Secretary. Not will be, sir. Already elected. Okay, thank you. Okay. We are so very happy. Yes, sir. പാർട്ടി കോൺഗ്രസിന്റെ സമ്മേളന നഗരിയിലേക്ക് ഞങ്ങൾ അഭിവാദ്യം ചെയ്യുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്നതാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രം തന്നെ, ഉത്ഭവം തന്നെ, ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കമ്മ്യൂണിസ്റ്റ് CPM-ന്റെ ഉത്ഭവം തന്നെ കേരള സ്റ്റേറ്റിലുള്ള കണ്ണൂർ ജില്ലയിലാണ്. കണ്ണൂർ ജില്ലയിലുള്ള പ്രഗത്ഭരായ നേതാക്കന്മാർ AK.G, അതുപോലെ E.K. നായനാർ, പിണറായി വിജയൻ, കോടിയേരി ബാലകൃഷ്ണൻ, EMS നമ്പൂതിരിപ്പാടി, കേരളത്തിലുള്ള നേതാക്കന്മാരെല്ലാം തന്നെ, കൃഷ്ണപിള്ള അടക്കമുള്ള നേതാക്കന്മാർ കേരളത്തിൽ ജനിച്ചു വളർന്നവരാണ്. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കെട്ടിപ്പടുക്കുന്നതിൽ വളരെയേറെ സ്വാധീനം ചെലുത്തിയവരാണ്. അവരെല്ലാം നേതൃത്വം നൽകിയവരാണ്. അവർക്കെല്ലാം തന്നെ അഭിവാദ്യങ്ങൾ. അവരുടെ എല്ലാം അനുയായികൾ എന്നുള്ള നിലയിൽ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കെട്ടിപ്പടുക്കുന്നതിൽ അവരുടെ പങ്കാളികളാകുന്നതിന് വേണ്ടി ഞങ്ങൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളതാണ്. ഈ പാർട്ടി കോൺഗ്രസ് എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ ഈ കണ്ണൂർ ജില്ലയുടെ സ്വാധീനം അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ രാജ്യം ഏറ്റവും വലിയ കടുത്ത വെല്ലുവിളി നേരിട്ടുകൊണ്ടേയിരിക്കുകയാണ്. രാഷ്ട്രീയപരമായും വർഗീയപരമായും ജാതീയപരമായും സാംസ്കാരികപരമായും ഇന്ത്യ രാജ്യം ഇന്ന് ഭരിക്കുന്ന ഭരണകൂടം ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളെയും തമ്മിലടുപ്പിച്ചുകൊണ്ട് പണ്ട് ബ്രിട്ടീഷുകാരൻ നടത്തിയ ഡിവൈഡ് ആൻഡ് റൂൾ, ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന തന്ത്രം ഉപയോഗിച്ചുകൊണ്ടാണ് ഇന്നത്തെ ഭരണകൂടം നമ്മെ ഭരിക്കുന്നത്. അതിൽ ഒരു ഏറ്റവും വലിയ ആശ്വാസമുള്ള, അതിനെതിരെ ഒരു മാനവ മോചനത്തിന് വേണ്ടി പൊരുതുന്ന പാർട്ടിയാണ് നമുക്കെല്ലാം അറിയുന്ന പോലെ CPIM. ആ CPM-ന്റെ 24ാം പാർട്ടി കോൺഗ്രസ് ആണ് ഇവിടെ നടക്കുന്നത്. ഈ സമ്മേളനത്തിൽ നമ്മുടെ ഇന്ത്യ നേരിടുന്ന ഈ വിപത്തിനെതിരെ നല്ല ചർച്ചകൾ നടന്നിട്ടുണ്ടാവും എന്നാണ് കരുതപ്പെടുന്നത്. തൊഴിലില്ല, അതേപോലെ തന്നെ കുടിവെള്ളമില്ല, വീടില്ല, ഒന്നുമില്ല. ജാതിയുടെയും മതത്തിൻ്റെ പേര് ഹിന്ദു, മുസ്ലിം, ക്രൈസ്തവർ എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങളെ ആകെ ഭിന്നിപ്പിച്ച് ഭരിക്കുന്ന ഈ ഭരണത്തിനെതിരെ അതിശക്തമായ തീരുമാനങ്ങൾ ഈ പാർട്ടി കോൺഗ്രസിൽ എടുത്തിട്ടുണ്ടാവും എന്നുകൂടി കരുതുന്നു. ഒരു ബദൽ, ഇന്ത്യ കൂട്ടായ്മ എന്ന ബദൽ കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ 400 സീറ്റ് മേടിക്കും എന്ന് പറഞ്ഞുകൊണ്ട് BJP അതിൻ്റെ ജൈത്രയാത്ര നടത്തിയപ്പോൾ അന്നത്തെ നമ്മുടെ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി മുൻകൈ എടുത്തുകൊണ്ട് ഇന്ത്യ മുന്നണി രൂപപ്പെട്ടതിന് ശേഷം 400 പോയിട്ട് 200 ചില്ലറ 300 താഴെ സീറ്റ് കൊണ്ട് മാത്രം തൃപ്തിപ്പെടേണ്ടി വന്ന ഒരു ഭരണകൂടമാണ് ഇന്ന് ഉള്ളത്. കോർപ്പറേറ്റുകൾക്ക് വിടുപടി ചെയ്തുകൊണ്ട് ഇന്ത്യ രാജ്യത്തിൻ്റെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ഇതുവരെ പങ്കെടുക്കാത്തവരാണ് ഇപ്പോൾ ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ തൊഴിലാളി വർഗ രാഷ്ട്രീയ കാഴ്ചപ്പാടോടുകൂടി ഇന്ത്യ എന്ന രാജ്യത്തെ ഒരു കൊടിക്കീഴിൽ മാനവ മോചന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് മുന്നേറുന്ന ഈ CPM-ന്റെ ഈ പാർട്ടി കോൺഗ്രസിന് അഭിവാദ്യം നേരാൻ വേണ്ടിയാണ് കണ്ണൂരിൽ നിന്ന് നമ്മളിവിടെ എത്തിയിട്ടുള്ളത്. നിങ്ങൾ നമ്മോട് കാണിച്ച ഇതിന് നന്ദി പ്രകാശിപ്പിക്കുന്നു. അതേപോലെ തന്നെ ഈ വിവരം
നാട്ടിൽ മുഴുവൻ എത്തിക്കണം എന്നുകൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. CPIM ജിന്ദാബാദ്.